ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പൗലോ മാഷിൻ്റെ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വി എന്ന് പറഞ്ഞ ഇലക്ട്രിക് വേജിലാണ്. ഓക്കെ, അപ്പം ഞാൻ ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജിനെ കൊണ്ടുവന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് 6 ഡിസ്റ്റൻസ് അകലെ പി എന്ന് പറഞ്ഞൊരു പോയിന്റിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടാക്കുമെന്നാണ് എനിക്കറിയേണ്ടത്. അതായത് ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ വാല്യൂ ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ വി എന്ന് എഴുതി. വി ഈക്വൽ ടു എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇൻഫിനിറ്റി അകലെയുള്ള ഒരു പോയിന്റ് എടുക്കുക. അതായത് ഇവിടുന്ന് വളരെയധികം ദൂരെയുള്ള ഒരു പോയിന്റ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റിൽ നമ്മുടെ ഒരു ടെസ്റ്റ് ചാർജ് ഇരിപ്പുണ്ട്. എന്താണ് ടെസ്റ്റ് ചാർജ് ഇരിപ്പുണ്ട്. ഈ ടെസ്റ്റ് ചാർജ് എത്രയാണ്? യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. അത് നോക്കിയേ, +1 കുളോം. സി എന്താ? കുളോം. ചാർജിൻ്റെ യൂണിറ്റാണ് കുളോം. അപ്പോൾ പോസിറ്റീവ് എന്ന് പറയാൻ കാരണം യൂണിറ്റ് ആയിരിക്കണം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തന്നെ. അപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഞാൻ ഇൻഫിനിറ്റിയിലുണ്ട്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കിക്കൊണ്ട് വരണം. നോക്കിയോ, ഞാൻ ഇങ്ങോട്ടാണ് നീക്കുന്നത്. ഈ ഡയറക്ഷനിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് വരണം. ഇങ്ങനെ തള്ളിക്കൊണ്ട് വരണമെങ്കിൽ അതിങ്ങോട്ട് നീങ്ങില്ല. കാരണം എന്താ? ഇവിടെയുള്ള ഈ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്കാണ്. ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഇക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഈ ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് തള്ളി നീക്കണം. ഇനി തള്ളി നീക്കാൻ വേണ്ടി ഞാൻ ആരെ കൊണ്ടുവന്നു? ഞാനൊരു മനുഷ്യനാണ്. ഞാനിവിടെ ഒരു മനുഷ്യനെ വരച്ചു. എൻ്റെ 2 കൈകൾ വരച്ചു. ഞാൻ ഇതിനെ ഇങ്ങോട്ടേക്ക് തള്ളി നീക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, എവിടുന്ന്? ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഞാൻ ഇവിടുന്ന് തള്ളി പിയിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്നേരം എനിക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആർക്കെതിരെയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തത്? ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തത്. ആരെ തള്ളിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്? യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യേണ്ടി വന്നു. ഇനി എങ്ങനെ വേണം കൊണ്ടുവരാൻ? ആക്സിലറേഷൻ്റെ വാല്യൂ 0 ആയിരിക്കണം. ആക്സിലറേഷൻ ഇല്ലാത്ത രീതിയിൽ വേണം ഞാൻ കൊണ്ടുവരാൻ. ആക്സിലറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ വേണം ഈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രത്തോളം സിമ്പിളാണ് ഇത് പഠിക്കാൻ. നിങ്ങൾ നോക്കിക്കോ. ഇനി ഇത് നിങ്ങൾ തന്നെ ഒരു ഡെഫിനിഷനായിട്ട് പറഞ്ഞാൽ മതി. അപ്പം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് വർക്ക് തന്നെയാണ്. ഓക്കെ, എന്ത് വർക്ക്? യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എക്സ്റ്റേണൽ ഫീൽഡിന് എതിരെ വിത്തൗട്ട് ആക്സിലറേഷനിൽ മൂവ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ വർക്കിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇനി അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് തന്നെയാണ്. ഇനി നമ്മളത് ഡെഫിനിഷനായിട്ട് എഴുതുന്നു. എന്താണ് ആദ്യത്തെ കാര്യം? വർക്ക്. ആരാണ് വർക്ക് ചെയ്തത്? എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഞാൻ അത് ആദ്യം എഴുതി വയ്ക്കുന്നു. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. നോക്കിയേ, എക്സ്റ്റേണൽ ഫോഴ്സിനൊക്കെ ഞാൻ ചിത്രം വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇതൊന്ന് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രത്തിൽ ടീച്ചർക്ക് വരച്ച് കൊടുക്കുമ്പോൾ ഇതൊന്നും വരയ്ക്കരുത്. പക്ഷേ മനസ്സിലാക്കിയിരിക്കുക, ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്ത വർക്ക്. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. എന്താവശ്യത്തിനാണ് വർക്ക് ചെയ്തത്? ഇൻ ബ്രിങ്ങിങ് ആരെയാണ് ഞാൻ കൊണ്ടുവന്നത്? യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഞാൻ കൊണ്ടുവന്നു. ഓക്കെ, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത്? ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇതാണ് ഇൻഫിനിറ്റി, ഇതാണ് ദാറ്റ് പോയിന്റ്. അങ്ങോട്ട് കൊണ്ടുവന്നു. എഗനിസ്റ്റ്. ആർക്കെതിരെയാണ് കൊണ്ടുവന്നത്? എഗനിസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെ എതിരെ കൊണ്ടുവന്നു. വിത്തൗട്ട്. എങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നത്? വിത്തൗട്ട് ആര് പാടില്ല? ആക്സിലറേഷൻ പാടില്ല. വിത്തൗട്ട് ആക്സിലറേഷൻ. ഇതാണ് നിങ്ങളുടെ പൊട്ടൻഷ്യലിനുള്ള ഡെഫിനിഷൻ. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഈസ് ദി വർക്ക് ഡൺ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത് വർക്ക് ഡൺ തന്നെയാണ്. ആര് ചെയ്യുന്ന വർക്ക്? എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്. എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്. എന്തിനു വേണ്ടിയിട്ട്? ബ്രിങ്ങിങ്, കൊണ്ടുവരാൻ. ആരെ കൊണ്ടുവന്നു? യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവന്നു. എവിടെ നിന്ന് എങ്ങോട്ടേക്ക്? ഇൻഫിനിറ്റിയിൽ നിന്ന് ടു ദാറ്റ് പോയിന്റിലേക്ക് കൊണ്ടുവന്നു. എഗനിസ്റ്റ്. ആർക്കെതിരെയാണ് കൊണ്ടുവന്നത്? ഇലക്ട്രിക് ഫീൽഡിനെതിരെയാണ് കൊണ്ടുവന്നത്. വിത്തൗട്ട് ആക്സിലറേഷൻ ഇല്ലാതെ കൊണ്ടുവന്നു.
ആക്സലറേഷൻ ഇല്ലാതെ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് ഡെഫിനിഷൻ പഠിച്ചു. ഇനിയിപ്പോൾ ഡെഫിനിഷൻ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇതേ വേർഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാനും നിങ്ങൾക്ക് മനസ്സിൽ കിട്ടും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡെഫിനിഷൻ കംപ്ലീറ്റ് ചെയ്തു. ഡെഫിനിഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഡെഫിനിഷൻ്റെ കാര്യം കംപ്ലീറ്റ് ആയി. അടുത്തത് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വിക്കുള്ള ഇക്വേഷൻ വേണം. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ വേണം. അത് നമുക്ക് ഇവിടെ നോക്കിയിട്ട് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇതെന്താ ചാർജ് ക്യൂ. അതായത് ഈ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ആർ അകലത്തിൽ പിയിലുണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിനുള്ള ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇത് തന്നെ ഇവിടെയുള്ള ഈ 3 സാധനം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യണം? 1/4πε0 എഴുതണം ഇൻറ്റു Q/R. പരിപാടി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ പരിപാടി കഴിഞ്ഞു. അടുത്തത് നിങ്ങൾ ഇതിൻ്റെ വേറൊരു ഡെഫിനിഷൻ കൂടിയുണ്ട്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജീനെ നമ്മൾ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. ഈ രീതിയിൽ വേണമെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എനർജിയുടെ യൂണിറ്റ് എന്താ? എനർജിയുടെ യൂണിറ്റ് ജൂള്. ചാർജിൻ്റെ യൂണിറ്റ് എന്താ? കുളോം. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ പെർ കുളോം ആയിരിക്കും യൂണിറ്റ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് വേറൊരു യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വോൾട്ട് എന്ന് പറഞ്ഞ യൂണിറ്റും നമ്മൾ ഉപയോഗിക്കാറുണ്ട് സാധാരണ. ഇനി ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇനി ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ച് നോക്കുക. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ. അതിൻ്റെ ഉള്ള ആദ്യത്തെ കാര്യം എന്തായിരുന്നു? കുളോംസ് ലോയുടെ ഫോഴ്സ്. അതെന്തായിരുന്നു? 1/4πε0 ഇൻറ്റു Q1 Q2/R² ആയിരുന്നു ആദ്യം നമ്മൾ പഠിച്ചത്. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു. അതെന്തായിരുന്നു? 1/4πε0 ഇൻറ്റു Q/R² പഠിച്ചു. ഇനി ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ആദ്യം പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു, പിന്നെ പൊട്ടൻഷ്യൽ പഠിച്ചു. വളരെ സിമ്പിളാണ്. ഇത് നോക്കിയിട്ട് ഇവിടുത്തെ ഇക്വേഷൻ എഴുതിയാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് ഇതെല്ലാം കഴിഞ്ഞ ചാപ്റ്ററിലുള്ള ഇക്വേഷൻസ് ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് R² മാറ്റിയിട്ട് ആർന്ന് എഴുതിയാൽ ഈ ചാപ്റ്ററിലെ ഇക്വേഷനായി. അത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പം ഇവിടെ നമ്മൾ ആരെഴുതും? 1/4πε0 ഇൻറ്റു Q/R. ഈ ചാപ്റ്ററിലെ ഇക്വേഷനായി. പിന്നെ ഇതിന് പകരം ഈ ചാപ്റ്ററിലുള്ള ഇക്വേഷൻ എന്തായിരിക്കും? 1/4πε0 ക്യൂബ് Q1 Q2/R. ഞാൻ പറഞ്ഞില്ല, R² അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഇക്വേഷനായി. ഓർത്തിരിക്കാൻ എളുപ്പം കിട്ടി. 1/4πε0 ഇൻറ്റു Q1 Q2/R² വേണ്ട, R മാത്രം മതി. എളുപ്പമല്ലേ? ഈ ചാപ്റ്ററിലെ ഇക്വേഷൻ കിട്ടി. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇതെന്താണ്? പൊട്ടൻഷ്യൽ എനർജീനെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ കിട്ടും. അത് കാരണമാണ് ഈ Q2 ഇവിടെ വെട്ടിപ്പോകുന്നത്. പൊട്ടൻഷ്യൽ എനർജീനെ ചാർജ് കൊണ്ട് Q2 ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പൊട്ടൻഷ്യലും കിട്ടി. കറക്റ്റ് അല്ലേ? എത്ര എളുപ്പമാണ് പഠിക്കാൻ. ഇതേപോലെ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇവിടെ ശ്രദ്ധിച്ച് നോക്കാം. ഇവിടെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈ ചാർജിനെ ഇങ്ങോട്ട് തള്ളാൻ വേണ്ടി നമുക്ക് വർക്ക് ആവശ്യമുണ്ടെന്ന്. ഈ ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നീങ്ങും, ഇങ്ങോട്ട് നീങ്ങില്ല. അതിന് കാരണം നിങ്ങൾക്കറിയാവോ? ഇപ്പോൾ നിങ്ങൾ തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ടാവും ഇതിന് കാരണം എന്നാന്ന്. വളരെ സിമ്പിളാണ് ആൻസർ. നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഇതിനെ കാണിച്ചു, ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഇലക്ട്രിക് ഫീൽഡിനെ കാണിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് വെച്ചു? +1 കുളോം ചാർജിനെ വെച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഈ ചാർജ് ഇങ്ങോട്ടേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആവും, പക്ഷേ ഇങ്ങോട്ടേക്ക് നീങ്ങണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ ഇവിടെ ഏത് ചാർജ് വേണം? പോസിറ്റീവ് ചാർജിൽ നിന്ന് ഔട്ട്വേർഡ്. ഇവിടെ ഏത് ചാർജ് ആയിരിക്കണം? നെഗറ്റീവ് ചാർജിൽ ഇൻവേർഡ്. അപ്പം ഇവിടെ പോസിറ്റീവ് ചാർജും ഇപ്പുറത്ത് നെഗറ്റീവ് ചാർജും ഉള്ള ഒരു പ്ലേറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഇവിടെ പോസിറ്റീവ് ചാർജാണ് ഇരിക്കുന്നത്. പോസിറ്റീവ് ചാർജ് ഈ സ്ഥലത്തെ പോസിറ്റീവ് ചാർജ് സ്ഥലത്തേക്ക് നീങ്ങില്ല. അതിനെപ്പോഴും അങ്ങോട്ട് പോകാനായിരിക്കും ഇഷ്ടം, ഈ സൈഡിലേക്ക്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യും. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലായില്ലേ? ഇത്ര സിമ്പിളായിട്ടുള്ള കാരണമാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷേ ഇതേപോലെ സിമ്പിളായിട്ടുള്ള ഓരോ കൺസെപ്റ്റുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ബൈ. അപ്പം സൗകര്യപ്പെടുന്നവരൊക്കെ പൗലോമോഷണൽ ക്ലാസ് റൂമിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ.